ചാർലി കിർക്കുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് 2 വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ആദ്യത്തെ വീഡിയോയിൽ സംവാദവേദികളിൽ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഉന്നയിക്കപ്പെട്ട ആയിരക്കണക്കിന് ചോദ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും അവയ്ക്ക് അദ്ദേഹം നൽകിയ ഉത്തരങ്ങളുമാണ് നൽകിയിരുന്നത്. രണ്ടാമത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം, ഒരു കോൺസ്പിരസി തിയറി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയത്. എന്നാൽ എൻ്റെ രണ്ടാമത്തെ വീഡിയോയെക്കുറിച്ച് വളരെ വിമർശനാത്മകമായി ധാരാളം പ്രേക്ഷകർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോടെല്ലാവരോടും ഞാൻ പറയട്ടെ, ആ വീഡിയോയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഗൂഢാലോചനാ സിദ്ധാന്തമാണ്. ഇത്തരം പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആകസ്മികമായി ഉണ്ടാകുമ്പോൾ ഇത്തരം ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ പൊങ്ങി വരിക സ്വാഭാവികമാണെന്നും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ പരിശോധിക്കുക മാത്രമാണ് ആ വീഡിയോയുടെ ലക്ഷ്യമെന്നും അതിനകത്ത് തന്നെ ഓർപ്പിച്ചിരുന്നു. ആ നിലയിൽ മാത്രം അതിനെ കാണുക. എൻ്റെ അഭിപ്രായങ്ങളായോ എൻ്റെ നിലപാടുകളായോ അതിനെ തെറ്റിദ്ധരിക്കുവാൻ പാടില്ല എന്ന് ഓർപ്പിക്കുന്നു. അമേരിക്കയിലെ യുവ രാഷ്ട്രീയ നേതാവും ടേണിംഗ് പോയിൻ്റ് USA സ്ഥാപകനുമായിരുന്ന 31 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചാർലി കിർക്കിൻ്റെ ആകസ്മികമായ മരണം ആ രാജ്യത്തെ വല്ലാതെ ഞെട്ടിച്ചു. ആ ദുരന്തം നടന്ന് ചില ദിവസങ്ങൾക്കകം ചാർലിയുടെ ഭാര്യ എറീക്ക കിർക്ക് ലോകത്തിൻ്റെ മുൻപിലേക്ക് എത്തിയത് വെറുതെ ദുഃഖം പങ്കുവയ്ക്കുവാൻ മാത്രമായിരുന്നില്ല. അവർ നടത്തിയ ആദ്യ പൊതുപ്രസംഗത്തിൽ അഗാധമായ ദുഃഖം, കടുപ്പമേറിയ വിശ്വാസം, വ്യക്തിപരമായ ഓർമ്മകൾ, ഒപ്പം മുന്നോട്ട് പോകുവാനുള്ള ആഹ്വാനം എന്നിവയെല്ലാം ഉള്ളടങ്ങിയിരുന്നു. തൻ്റെ ഭർത്താവ് ആരംഭിച്ച മഹത്തായ പ്രസ്ഥാനം തുടരുമെന്നുള്ള ശക്തമായ പ്രതിജ്ഞ കൂടിയായിരുന്നു എറീക്കയുടെ വാക്കുകൾ. ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കുന്ന നഷ്ടം എനിക്ക് വിവരിക്കുവാൻ വാക്കുകളില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയത്തില്ല. വേദനയിൽ അവരുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. പക്ഷേ ആ വാക്കുകൾക്കിടയിലും അവൾ തൻ്റെ വിശ്വാസം ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ ദൈവം എത്ര നല്ലവനാണ്. കണ്ണീരിനിടയിലും എറിക്ക തങ്ങൾക്ക് താങ്ങായി നിന്നവരെ നന്ദിയോടെ ഓർത്തു. ഞങ്ങളുടെ ഈ ദുരിതത്തിലും വേദനയിലും കൂടെ നിന്ന ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ കൊലയാളിയെ വേഗത്തിൽ പിടികൂടി നീതി ഉറപ്പാക്കുവാൻ ശ്രമിച്ച പോലീസ് സേനയ്ക്ക് ഞാൻ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ ശ്രമിച്ച ഫസ്റ്റ് റെസ്പോണ്ടർമാരെയും ടേണിംഗ് പോയിൻ്റ് USA കമ്മ്യൂണിറ്റിക്ക് സംരക്ഷണം നൽകിയ പോലീസിനെയും കൂടാതെ ചാർലി കിർക്ക് ഷോയുടെ ടീം അംഗങ്ങളെയും ടേണിംഗ് പോയിൻ്റ് USA ബോർഡ് മെമ്പേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. CEO ജസ്റ്റിൻ സ്ട്രൈഫിനെയും ചീഫ് ഓഫ് സ്റ്റാഫ് മൈക്കി മക്കോയിയെയും നന്ദിയോടെ അല്ലാതെ ഓർക്കുവാൻ സാധ്യമല്ല. രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് JD വാൻസിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉഷയ്ക്കും എൻ്റെ നന്ദി. ചാർലിയുടെ മൃതദേഹം വീട്ടിലെത്തിക്കുവാൻ നിങ്ങൾ നേരിട്ട് സഹായിച്ചതിനെ മഹത്തരം എന്നല്ലാതെ വാക്കുകളിൽ ഒതുക്കുവാൻ എനിക്കാകുകയില്ല. പ്രസിഡന്റ് ട്രംപിനോടും കുടുംബത്തോടും എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. എൻ്റെ ഭർത്താവ് നിങ്ങളെ ആഴമായി സ്നേഹിച്ചിരുന്നു. നിങ്ങൾ അദ്ദേഹത്തെയും സ്നേഹിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. ചാർലി ഒരു വലിയ രാഷ്ട്രീയ നേതാവായി അറിയപ്പെട്ടിരുന്നെങ്കിലും എറീക്കയുടെ ഹൃദയത്തിൽ അയാൾ നല്ലൊരു ഭർത്താവും പിതാവുമായിരുന്നു. എറീക്ക ഇപ്രകാരം പറയുന്നു, എൻ്റെ ഭർത്താവ് എല്ലാവരെയും പോലെ ഒരു സാധാരണക്കാരനായിരുന്നു. എല്ലാ ദിവസവും നിന്നെ എങ്ങനെ കൂടുതൽ നന്നായി സ്നേഹിക്കുവാൻ എനിക്ക് കഴിയും, എങ്ങനെ ഒരു നല്ല ഭർത്താവോ നല്ല പിതാവോ ആകുവാൻ എനിക്ക് കഴിയുമെന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുമായിരുന്നു. കുടുംബത്തിനും വിവാഹത്തിനും ദൈവം നൽകിയ പ്രാധാന്യത്തിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുക എന്ന എഫേസ്യ ലേഖനം 5-ാം അധ്യായം 25-ാം വാക്യം അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പകർത്തി. അദ്ദേഹം എനിക്കും നമ്മുടെ കുട്ടികൾക്കും ഈ രാജ്യത്തിനും വേണ്ടി ജീവൻ നൽകി. എൻ്റെ ഭർത്താവ് യേശുവിനു വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് മരിച്ചത്. രക്തസാക്ഷിയുടെ മഹത്തായ കിരീടം ധരിച്ച് അവനിപ്പോൾ തൻ്റെ രക്ഷകൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. തൻ്റെ ദുഃഖത്തെ ഒരു ശക്തിയാക്കി മാറ്റിക്കൊണ്ട് എറിക്ക ഒരു കാര്യം ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചു.
എൻ്റെ ഭർത്താവിൻ്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായവർ, അവർ എന്തിനാണത് ചെയ്തതെന്ന് അവർക്ക് ഒരു ധാരണയുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ ദൗത്യം മുമ്പ് എത്രമാത്രം ശക്തമാണെന്ന് നിങ്ങൾ കരുതിയോ? ഈ വിധവയുടെ ഉള്ളിൽ നിങ്ങൾ ജ്വലിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ധാരണയുമില്ല. ഈ വിധവയുടെ നിലവിളി ഒരു പോർവിളിയായി മുഴങ്ങും. ഉറച്ച വാക്കുകളിൽ അവർ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ പ്രസ്ഥാനം ഒരിക്കലും മരിക്കുകയില്ല, ഞാൻ അതിന് അനുവദിക്കുകയില്ല. അത് മുമ്പത്തേക്കാൾ ശക്തവും ധീരവും ഉച്ചത്തിലുള്ളതും വലുതുമായി മാറും. എൻ്റെ ഭർത്താവിൻ്റെ ദൗത്യം ഒരു നിമിഷം പോലും അവസാനിക്കില്ല. അവൻ്റെ ശബ്ദം ഇവിടെ നിലനിൽക്കും, അവൻ്റെ വാക്കുകൾ എക്കാലവും മുഴങ്ങിക്കൊണ്ടിരിക്കും. ഒടുവിലായി ചാർലിയുടെ മരണവാർത്ത തങ്ങളുടെ മകളെ അറിയിച്ച ആ നിമിഷം എറിക്ക ഇപ്രകാരം ഓർത്തെടുക്കുന്നു. ഡാഡി എവിടെയാണെന്ന് എൻ്റെ 3 വയസ്സുള്ള മകൾ എന്നോട് ചോദിച്ചു. ഒരു 3 വയസ്സുകാരിയോട് നിങ്ങൾ എന്തുത്തരമാണ് പറയുക? ഞാൻ അവളോട് പറഞ്ഞു, മോളെ, ഡാഡി നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഡാഡിക്ക് യേശുവിനൊപ്പം ഒരു ഔദ്യോഗിക യാത്ര പോകുവാനുണ്ട്. ഈ വാക്കുകളിലൂടെ എറിക്ക ക്രിക്ക് തൻ്റെ ദുഃഖത്തെ ഒരു രാജ്യത്തിൻ്റെ പോരാട്ടത്തിനുള്ള ആഹ്വാനമാക്കി മാറ്റിയിരിക്കുകയാണ്. എറിക്ക ക്രിക്കിനും അവരുടെ പ്രസ്ഥാനത്തിനും അവരുടെ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക.